എൻ്റെ പേര് ഡോക്ടർ സുമാ ബാലൻ. ഞാൻ കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് റുമറ്റോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. ഇന്ന് വേൾഡ് ലൂപ്പസ് ഡേ ആണ്. ലൂപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ നോർമൽ പ്രോട്ടീൻസിൻ്റെ എതിരെ പുതിയ പ്രോട്ടീൻസ് ഉണ്ടാക്കി ഈ പ്രോട്ടീൻസ് ഓരോരോ അവയവങ്ങളിൽ പോയി ബാധിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയൊരു അസുഖമാണ്. അപ്പോൾ ഈ അസുഖം ഏത് അവയവത്തിന് വേണമെങ്കിലും ബാധിക്കാം. ഓരോരുത്തർക്ക് ഈ അസുഖം ഓരോരോ വിധത്തിലാണ് അത് ബാധിക്കുന്ന രീതി കാണുന്നത്. 5-1 ലൂപ്പസ് പേഷ്യൻ്റ് കുട്ടിക്കാലത്താണ് രോഗം ആരംഭമാകുന്നത്. അപ്പോൾ ഈ ഏജിൽ കുട്ടികൾക്ക് നമ്മൾ ഒരു നിർത്താത്ത പനി, അതിൻ്റെ കൂടെ കുറച്ച് ചർമ്മത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ, ബ്ലഡ് കൗണ്ടിൽ വ്യത്യാസങ്ങൾ, ഓരോ അവയവത്തിൻ്റെ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ, ഇതൊക്കെ കണ്ടിട്ടാണ് ഈ അസുഖം സംശയിക്കുക. അസുഖം സംശയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേക ടെസ്റ്റുകൾ ചെയ്ത് പ്രൂവ് ചെയ്യാം, പിന്നെ അത് ട്രീറ്റ് ചെയ്യാം. ഒരു കുട്ടിക്ക് ഏത് ലെവലിലാണ് അസുഖം വന്നിരിക്കുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കില്ല. ഇപ്പോൾ ഒരു മേജറായിട്ടുള്ളൊരു അവയവം ഇൻവോൾവ്ഡ് ആണെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതൽ മരുന്നുകൾ ആദ്യത്തെ സ്റ്റേജിൽ വേണ്ടി വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേയൊക്കെ മരുന്നുകൾ കുറച്ച് നിർത്തിയിട്ട് 1-2 മരുന്നുകൾ മാത്രം അവർക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ആൻഡ് ഒരു മരുന്ന്, നമ്മൾ ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്ന് പറയുന്ന മരുന്ന് മിക്കവാറും അവർക്ക് ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. ഈ അസുഖം നമുക്ക് ഇല്ലാതെ ആക്കാൻ പറ്റില്ല, പക്ഷേ മരുന്നുകൾ കഴിച്ച് റെഗുലർ ഫോളോ അപ്പും വെച്ച് വളരെ നോർമലായിട്ട് നിങ്ങൾക്കും ഒരു നല്ല ഹൈ ക്വാളിറ്റി ലൈഫ് തന്നെ ജീവിക്കാൻ പറ്റും.